സിറാജേ, എന്താണ് ബീച്ചിൽ വന്നിരിക്കുന്നത് വെറുതെ? എന്താ പരിപാടി? ഞാൻ എടുത്തു വരാണ് ആ ഒരു വിട്ട് അലയല്ലേ അലച്ചിട്ട് കയറി ഇങ്ങോട്ട് വന്നിരുന്ന അമ്മ കാറ്റുകൊള്ളു വന്നു വിട്ടിരുന്നു. കാറ്റ് കൊള്ളുവാന്ന് പറഞ്ഞൂടാ. ഇന്നത്തെ കണ്ടന്റ് തപ്പുമായിരിക്കും അല്ലേ? കണ്ടത്തിൽ തപ്പല്ല, ഉള്ളിലുള്ള സങ്കടങ്ങൾ കടലിനെ കടക്കോട് വഴി. ഓ പിന്നെ എടേ എന്തായി? പുതിയ അപ്ഡേഷൻസ് എന്തെങ്കിലും ഉണ്ടോ? ഗസ, ഇസ്രായേൽ. ഇസ്രായേൽ അപ്ഡേഷൻസ് അത് ഭയങ്കര പോലെ ഇന്ന് രാവിലെ കിട്ടി. ഇന്ന് 24 ന്യൂസ് ഉണ്ടായിരുന്നു. ഉം. അപ്പൊ അതിനകത്ത് കണ്ട വാർത്ത എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെയും 25 പേര് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ നടന്ന സംവിധാനത്തിൽ 25 പേര് മരണപ്പെട്ടു. ഉം. പിന്നെ അവിടുത്തെ അവസ്ഥ വളരെ പ്രധാനമാണ്. 25 പേരിൽ ഒരു അമ്മയുണ്ട്. ഉം. ഒരു അമ്മ മരണപ്പെട്ടു. ആ അമ്മയിൽ നിന്ന് കുഞ്ഞിനെ വേർപെടുത്തി രക്ഷപ്പെടുത്തിയ പറ്റിയത് മരണപ്പെട്ടു എന്നാ പിന്നീട് കിട്ടിയ റിപ്പോർട്ട്. ആ കുഞ്ഞെന്ന് പറയുന്ന ഈ ലോകത്ത് നമ്മളിൽ ഒരുവനായിട്ട് ജീവിക്കേണ്ട വലിയ സ്വപ്നങ്ങളൊക്കെ മനസ്സിൽ കരുതി വെക്കേണ്ട ആ മാതാപിതാക്കളുടെ വലിയ ഒരു സ്വപ്നം. എടാ, അങ്ങനെ അനേകായിരം കുഞ്ഞുങ്ങൾക്കിടയിൽ നിന്ന് മരണപ്പെട്ട ഒരു കുഞ്ഞ. ഈ മരണപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ ഇവരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ നമ്മളിൽ ഒരുവനായിട്ട് ഈ ലോകത്ത് ജീവിക്കേണ്ടവരാ. ഈ ഇസ്രായേലിന്റെ ഈ നരകത്തേക്ക് ചോദ്യം ചെയ്യാൻ ആരും തന്നെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ രാജ്യം പോലും സത്യത്തിൽ അതിനെതിരെ ഒന്ന് സംസാരിക്കുക, ഒരു വിരലനക്കി ഒന്നും ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ ചിലപ്പോൾ അവരൊരു മുസ്ലിമായി കാണുന്നതുകൊണ്ടായിരിക്കും. അവരൊരു മുസ്ലിമായി കാണാം, അവരെ ജനങ്ങളെ, അവരെ മനുഷ്യരായി കാണാം. നമ്മുടെ നാട്ടില് നമ്മുടെ ലോകത്ത് ഇത്രയും ക്രൂരത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യ വിഭാഗമാണ് അവർ. അവര് ഈ ക്രൂരതയിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം നമുക്ക് എല്ലാവർക്കും ഉള്ള, നീ ഞാനും അടങ്ങുന്ന സമൂഹത്തിനുള്ള. ഇപ്പോ ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്ക. ഈ അമേരിക്കയിലെ മിക്കവാറുമുള്ള കോളേജുകളിലെല്ലാം അമേരിക്കക്കെതിരെ അമേരിക്കക്ക് ഇസ്രായേലിനെതിരെ സപ്ലൈ ചെയ്യാൻ തുടങ്ങി കോളേജ് വിദ്യാർത്ഥികൾ. എന്നിട്ട് നമ്മുടെ നാട്ടിൽ കേരളം വഴിയെ ഒറ്റ സംസ്ഥാനത്ത് ഈ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചൊരു ഒന്നും തന്നെ നടന്നിട്ടില്ല. ഇതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് അറിഞ്ഞോളൂ. അത് പറഞ്ഞപ്പോഴാ സിറാജ് ആലോചിച്ചത്. കഴിഞ്ഞ ദിവസം ഇലക്ഷൻ ആയിരുന്നു. എന്താണ് പറയാനുള്ളത്? എന്തോന്ന് ഇലക്ഷൻ ഇപ്പൊ തന്നെ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ല. ഞാനിപ്പോ ഒരു പുതിയ വീട് വെക്കാനുള്ള ഒരു പ്ലാനിങ്ങിനകത്ത് എന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന ഒരു സംവിധാനമാണ് ഈ ഗസേല അവസ്ഥ. കണ്ടില്ലേ, പുതിയ വീടുകളെന്നില്ല, പഴയ വീടുകളെന്നില്ല, കഴിക്കാൻ ഫുഡുകളെന്നില്ല, ഒരു മനുഷ്യ ജനവിഭാഗം അവിടെ കിടന്ന് അനുഭവിക്കുക. ഇതിന്റെ ഇടയിലാണ് ഞാനും എന്റെ കുടുംബവും അടങ്ങുന്നത്. നമ്മുടെ ഒരു വലിയ സ്വപ്നമാണ് ഒരു പുതിയ വീട്. അതിലേക്ക് ഞാൻ നീങ്ങുന്നത്. ഞാന് സത്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് ഒരു പുതിയ വീട് വെക്കുന്നത്. പക്ഷെ ഞാൻ ആലോചിച്ചു, ഞാൻ എങ്ങനെ സന്തോഷിക്കുന്നത് ഇങ്ങനെ ഒരു ജനവിഭാഗം അവിടെ കിടന്ന് ഇത്രയും അനുഭവിക്കുമ്പോൾ നാളെ എന്നിലേക്ക് വരുത്തേണ്ട ഒരു സംവിധാനം ഇതൊക്കെ. നാളെ ഞാനായിട്ട് കാണേണ്ട ഒരു വ്യക്തിയാണ്. പറയാൻ പറ്റത്തില്ല. പിന്നെ ഈ ഇലക്ഷന്റെ കാര്യങ്ങളെന്ന് പറയുന്നത് കഴിഞ്ഞു. ജനങ്ങളുടെ 5 വർഷത്തേക്ക് ജനങ്ങളെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കേണ്ടവനെ ജനങ്ങൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. റിസൾട്ടിന് വേണ്ടി മാത്രം നമ്മൾ വെയിറ്റ് ചെയ്യുക. എന്റെ ഒരു 90% കാൽക്കുലേഷൻ ഇതിനകത്ത് മോദി തന്നെ അധികാരത്തിൽ വരും. അല്ലാതെ വേറെ ആരും അധികാരത്തിൽ വരാൻ സാധ്യതയില്ല. ഈ മോദി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. ഞാന് ഒരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇവിടെ കുറച്ച് സ്ഥലം നോക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. കാരണം നമ്മുടെയൊക്കെ ജീവിതം ശ്രീമായി ജനിച്ചു പോയതിന്റെ പേരിൽ നമ്മുടെയൊക്കെ ജീവിതം ഇനി ഇന്ത്യയിൽ വളരെ ദുഷ്കരമായിരിക്കും. കഴിഞ്ഞ ഇടയ്ക്ക് എന്റെ കൂടെ ഖത്തറിൽ ഒരാളുണ്ടായിരുന്നു, ഫൈസലിക്കാന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ. ആ പുള്ളിക്കാരൻ്റെ ഞാൻ ചോദിച്ചു, നാട്ടിലോട്ട് പോകുമ്പോ വൈഫിനെയും കൊണ്ട് ടൂറൊക്കെ പോത്തിട്ട് എന്റെ കേരളം വിട്ട് വലിയൊക്കെ ടൂർ പോത്തി. എന്റെ കൊല്ലുമോനെ, മോദി അധികാരത്തിൽ നിന്ന് ഇറങ്ങാതെ ഞാൻ എന്റെ വൈഫിനെയും കൊണ്ട് എങ്ങോട്ട് ടൂർ പോത്തില്ല. കാരണം തിരക്കിയപ്പോ അവർക്ക് തട്ട വിടാതെ അവരുടെ വൈഫ് ഉള്ളിലോട്ട് ഇറങ്ങത്തില്ല. തട്ട വിട്ടുകൊണ്ട് ഈ തമിഴ്നാട് കഴിഞ്ഞിട്ട് കേരളം തമിഴ്നാട് കഴിഞ്ഞാൽ അതിർത്തിയിലോട്ട് പോയി കഴിഞ്ഞാൽ അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നേ. അപ്പൊ അതൊക്കെ കൊണ്ടാ പുള്ളിയുടെ ഒരു പേടിയാണ്. ഇതാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പറഞ്ഞു കേരളത്തിൽ താമര വിരിയിപ്പിക്കും. ആദ്യം തൃശ്ശൂര് താമര വിരിയിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് കേരളത്തിൽ താമര വിരിയിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനിപ്പോ സുരേഷ് ഗോപി എന്തിനാ പറയുന്നത്? നമ്മുടെ ഏഴംകുളം അമ്പലത്തിനകത്ത് ഇഷ്ടംപോലെ താമരയില്ലേ, വിരിഞ്ഞിട്ടില്ലേ? നമ്മുടെ ഏഴംകുളം ടൗണില് താമര നമ്മുടെ നാട്ടിൽ പലയിടത്തും വിരിയുന്നുണ്ട്. പക്ഷെ സുരേഷ് ഗോപി ഉദ്ദേശിക്കുന്ന BJP എന്ന് പറയുന്ന താമര വിരിയൊന്ന് അതിന് കേരളത്തിലെ ബോധപ്പെട്ട ജനവിഭാഗം അതിന് സമ്മതിക്കത്തില്ല. സുരേഷ് ഗോപി എന്നല്ല, ഇനി ആരും ഒന്നെന്ന് പറയുന്നത്. സുരേഷ് ഗോപി ഇഷ്ടപ്പെടുന്ന കുറെ ജനതയുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം BJPയിലോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കിന് അദ്ദേഹത്തിന്റെ തലച്ചോറ് മാറ്റി അവിടെ ചാണകം പിച്ചതേക്ക്. അതുകൊണ്ട് അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നത്. പക്ഷേ സുരേഷ് ഗോപി വിജയിക്കും എന്നൊരു ജനസംസാരം ഉണ്ടല്ലോ. ഒരു
ഞാൻ ഏത് ഇപ്പൊ മത്സരിക്കുന്ന ഏത് വ്യക്തിയാ പറയുന്നത് ഞാൻ തോക്കുന്നു? ഉം. ആരെങ്കിലും പറയും? മത്സരിക്കുന്നവരെല്ലാം പറയുന്നത് ഞാൻ ജയിക്കുമെന്നാ. ആരും പറയത്തില്ല ഞാൻ തോക്കുമെന്ന്. തോറ്റ് കഴിയുമ്പോ പറയും ഞങ്ങൾ ഇതിന്റെ കാരണം അന്വേഷിക്കും, തോൽവിക്കുള്ള കാരണം ഞങ്ങൾ അന്വേഷിക്കും എന്നൊക്കെ പറഞ്ഞതൊക്കെയാവും. സുരേഷ് ഗോപിക്ക് സാധ്യത അവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് വളരെ പാടാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ പോലത്തെ ഒരു സ്ഥലത്ത് കുറച്ച് ഒരു കുറച്ച് നേതാവ് കളിക്കാനും കുറെ പൈസകളൊക്കെ ഇറക്കിയിട്ടും ഒക്കെ എന്തൊക്കെയോ നേടിയിട്ടുണ്ടെങ്കിലും ജയിക്കാനൊന്നും പോകുന്നില്ല. കുറെ അധികം വോട്ട് പിടിക്കും. കുറെ അധികം വോട്ട് പിടിച്ച് എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നല്ലാതെ ജയിക്കാനൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞു പുള്ളി ഈ ഇലക്ഷൻ തോക്കുവാണെങ്കിൽ ഇതുകൊണ്ട് പരിപാടി നടത്തി. പുള്ളി ഇഷ്ടപ്പെടുന്ന കുറെ പേരുണ്ടാ. അത് എല്ലാ മതവിഭാഗത്തിൽ പെടുന്നവരുണ്ട്. പുള്ളി പൊട്ടനായിക്കൊണ്ടിരിക്കുക. പുള്ളിയുടെ വ്യക്തിത്വം പുള്ളി തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. സത്യം ഞാൻ നശിപ്പിക്കും. എനിക്ക് സുരേഷ് ഗോപിയോട് പറയാനുള്ളത്, അദ്ദേഹത്തിനോട് പറയാനുള്ളത് എന്തെന്നാ, വീട്ടിൽ എന്റെ ഉമ്മടുത്ത് എന്റെ ബാപ്പാടെ ഉമ്മടുത്ത് പണ്ടൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നടന്മാരാരൊക്കെയാന്ന് ചോദിക്കുകയാണെങ്കിൽ അവര് പറയുന്നത് കലാഭവനെയും സുരേഷ് ഗോപിയാണ്. ഇതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഇവർ അഭിനയം കണ്ടിട്ടോ ഇവര് സിനിമയിൽ കറക്കിയെടുത്തിട്ട് തല്ലുന്ന കണ്ടിട്ടൊന്നുമല്ല. സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ അവർക്ക് ഇഷ്ടപ്പെടാൻ കോടീശ്വരന്റെ പരിപാടിയിലൂടെ മതഭേദമന്യേ പലരെയും സഹായിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഒരു മനസ്സുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അദ്ദേഹം BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്ത് വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ഓരോ സംസാരവും ഓരോ രീതിയും ഓരോ പ്രവൃത്തിയും അത് അത് പലരെയും വേദനിപ്പിക്കുന്നുണ്ട്, പലരെയും മാനസികമായി തളർത്തുന്നു. ഈ നിസ്സാരം ഈ മണിപ്പൂർ വിഷയത്തിൽ പോലും നല്ല രീതിയിൽ ഒരു സംസാരിക്കാത്ത അദ്ദേഹമാണ് ഈ ലൂർദ് മാതാവിനെ കൊണ്ടുപോയിട്ട് സ്വന്തം കിരീടം കൊടുത്തിരിക്കുന്നത്. എന്ത് നേട്ടം പുള്ളിക്ക് കിട്ടാൻ പോകുന്നത്? മണിപ്പൂർ വിഷയത്തിൽ ഒരു വിരലനക്കാത്ത വ്യക്തിയാണ് ലൂർദ് മാതാവിനെ കൊണ്ടുപോയിട്ട് സ്വർണ്ണ കിരീടം കൊടുത്തിരിക്കുന്നത്. ഇത് വെറും വോട്ട് ബാങ്ക് ഉദ്ദേശിച്ച് മാത്രമാണ്. അതേ പറയാം.